ഇനി കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീട്ടിലാണ്. പക്ഷെ ഇവിടെയുള്ള ഓരോ ദിവസവും അമ്മ ഓരോ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം അമ്മയുടെ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെയുള്ള ഓരോ ദിവസങ്ങളും. ഇന്നിപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇനി ഇവരൊക്കെ തിരിച്ച് കൂട്ടിലാക്കിയതിന് ശേഷം ഞങ്ങൾക്കൊരു യാത്ര പോകാനുണ്ട്, അമ്പലത്തിൽ പോകാനുണ്ട് വൈകുന്നേരം. ഇന്നത്തെ അമ്പലം വിസിറ്റിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൊച്ചുകൂട്ടനും കൊച്ചുകൂട്ടൻ്റെ അമ്മയാണ്. ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ കുടുംബസമേതം അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലേ അമ്മേ? നീ വല്ല അറിയുന്നുണ്ടോ? ജുനാപ്രി, നീ വരുന്നോടാ? ഓനോട് സംസാരിച്ച അവൻ അപ്പോഴത്തേക്ക് ഭയങ്കര കൊശുവാണ് അവന്. ഇതൊരു അസൂയന്റെ മരമാണ്. വേറെ ആരെടുത്ത് വർത്താനം പറയാൻ പാടില്ല, ആരെ കൊഞ്ചിക്കാൻ പാടില്ല. നീ ആര്? ജുനാപ്രി, നീ എന്തൊരു അസൂയ കട്ടയാ. നമ്മുടെ പശുക്കുട്ടി, നമ്മൾ ആട് രണ്ടാളും കണ്ട പെട്ടെന്ന് കാണുമ്പോൾ ഒരേ കളറാ. ഇതാണ് കൊച്ചൂട്ടൻ്റെ അമ്മ. 1-2 മാസം മുമ്പ് ആൾക്കൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊച്ചൂട്ടനെ പ്രഗ്നൻ്റ് ആയിട്ട്, അവൾ 8 മാസം പ്രഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിലൊക്കെ ഉള്ള ഏകദേശം 8ഓളം മൃഗ ഡോക്ടർമാർ, പിന്നെ മൊബൈൽ യൂണിറ്റ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെയൊക്കെ സഹായമൊക്കെ കൊണ്ടാണ് അവൾ അതൊക്കെ സക്സസ്ഫുള്ളി അതിജീവിച്ചത്. സോ ഇവൾക്കും കൊച്ചൂട്ടനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ അമ്പലം വിസിറ്റ്. ഇതാണ് കല്ലേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രം. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ കല്ലേരിയിലേക്ക്. പൊതുവേ കാണുന്ന ഒരു സോ കോൾഡ് ഹിന്ദു ദൈവങ്ങളിലൊന്നും പട്ടികയിൽ പെടാത്ത ഒരാളാണ് കുട്ടിച്ചാത്തൻ. ആൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ വെള്ളിയാഴ്ചയും അതേപോലെ ചൊവ്വാഴ്ചയാണ് പ്രധാനപ്പെട്ട ദിവസം. നമ്മൾ വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പോരാത്തതിന് കുട്ടിച്ചാത്തൻ വെള്ളാട്ടം ഏകദേശം തുടങ്ങി പകുതി ആവാനും ആയിട്ടുണ്ടായിരുന്നു. ഈ ആടുമാടുകളൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാളാണ് കുട്ടിച്ചാത്തൻ എന്നുള്ളൊരു വിശ്വാസം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടിച്ചാത്തനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞാൽ നാൽക്കാലികൾക്ക് ആപത്തൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വിശ്വാസത്തിന് പുറത്താണ് പശുവിന് വയ്യാണ്ടായപ്പം അമ്മ ഇങ്ങോട്ടേക്ക് ഇതുപോലൊരു നേർച്ചയൊക്കെ നേർന്നത്. കലശാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന്. അത് മദ്യം വെച്ചിട്ടാണ് ചെയ്യുക. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വഴിപാടുകളൊക്കെ തീർത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി 1-2 കടയിലൊക്കെ ഒന്ന് കയറിയിട്ട് വേണം വീട്ടിൽ പോകാൻ. എന്താണെന്നറിയില്ല, എനിക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ്. അങ്ങനെ ഞങ്ങളുടെ ആഗമന ഉദ്ദേശമൊക്കെ നടന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.